ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പക്ഷെ ഏതൊരു മനുഷ്യനും കർമ്മബന്ധങ്ങളുടെ വേരുകൾ തേടി ഒരിക്കൽ വരേണ്ടി വരും. പ്രതാപന്റെ നാഡീവ്യവസ്ഥകളെല്ലാം ഒരുമാതിരി തകർന്ന മട്ടാണ്. നാഡീവ്യവസ്ഥയെ ഉണർത്തണം. അതിന് പൂജയും ചികിത്സയും ഒരുമിച്ചാണ് വേണ്ടത്. ഇയാളൊരു ഡോക്ടറാണെന്ന് പറയുന്നത് സത്യമാ. പക്ഷേ വെറും MBBS അല്ല, പലതരം PhD. ഇംഗ്ലീഷ് മെഡിസിൻ മാത്രമല്ല, ആയുർവേദമൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷെ ആളൊരു വട്ടനാ. ഇന്ദ്രജാലവും മായാജാലവും എല്ലാ കുന്തവും അറിയാം. അല്ല, ഇയാൾ അമേരിക്കയിലാണെന്നൊക്കെ പറഞ്ഞത് നേരാണോ? ഇയാളങ്ങനെ ഒരു രാജ്യത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളല്ല. അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ, ചൈന, നേപ്പാൾ, ശ്രീലങ്ക, അങ്ങനെയുള്ള എല്ലായിടത്തും. ഞാൻ ഇയാളെ കുറിച്ചേ ഒത്തിരി അത്ഭുത കഥകൾ കേട്ടിട്ടുണ്ട്. നേരാണോ നുണയാണോ എന്നറിയില്ല. അല്ല, വല്യമ്മാവനെ ഇയാൾ എഴുന്നേപ്പിക്കുമെന്നാ എന്റെ പേടി. അതാടാ എന്റെയും പേടി. പ്രതാപനെങ്ങാനും എഴുന്നേറ്റ് വന്നാ എന്റെ മന്ത്രി കസേര തെറിക്കൂന്ന് മാത്രമല്ല, നമ്മൾ ഇവിടുന്ന് ഇറങ്ങേണ്ടിയും വരും. അല്ല, എന്നാ പിന്നെ മറ്റൊരു കാര്യം ചെയ്താലോ? എന്താടാ? ഇയാളെ മുറ്റത്തും പറമ്പിലൊക്കെ അല്ലേ കിടക്കുന്നേ, രാത്രിയൊക്കെ തട്ടിക്കളഞ്ഞാലോ? നീ അങ്ങോട്ട് ചെല്ല്. ഹിമാലയത്തിൽ വരെ പോയി തപസ്സിരുന്ന സ്വാമി എന്നാ കേക്കുന്നേ. അയാളെ നിന്നെ ഭസ്മാക്കിയിട്ടേ അയാളുടെ നെറ്റി തന്നെ അങ്ങ് പൂശും. അല്ല പിന്നെ. ദത്തേട്ട് എങ്ങനെ വന്നേ? നമ്മുടെ പ്രാർത്ഥന കേട്ട് ദൈവം കൊണ്ടെത്തിച്ചതാ. വലിയൊരു സിദ്ധവൈദ്യം കൂടിയാ ദേവദത്തൻ. സർവ്വതും തിരിച്ചറിയുന്ന ഒരു ത്രികാല ജ്ഞാനി കൂടിയാണ് അംബികയെ ഞാൻ.
വേണുവേട്ടനെ കുറിച്ച് പണ്ട് അച്ഛനും ചെറിയച്ഛനും ഒക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ നല്ല മനുഷ്യന്റെ മകൻ തന്നെ എന്റെ അനന്തരമുള്ള വിവാഹം കഴിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അച്ഛന്റെ കാര്യത്തെപ്പറ്റി സാറൊന്നും പറഞ്ഞില്ല. സാറോ? അമ്മാവൻ. ഞാൻ നിന്റെ അമ്മാവനാ മോളെ, അങ്ങനെ വിളിച്ചാ മതി. അമ്മാവൻ. സത്യം പറഞ്ഞാൽ ബന്ധങ്ങളുടെ എല്ലാം വേരുകളും കെട്ടുകളും പൊട്ടിച്ചുപോയ വെറുമൊരു സന്യാസിയാണ് ഞാൻ. സംതൃക്കായ ന്യാസം, അതാണ് സന്യാസം. എല്ലാം ഉപേക്ഷിച്ചവൻ, അർപ്പിച്ചവൻ. അപ്പൊ പിന്നെ എന്ത് അമ്മാവൻ അല്ലേ? യേശുദേവനും ശ്രീനാരായണ ഗുരുദേവനുമെല്ലാം ബന്ധങ്ങളെ പൊട്ടിച്ചെറിഞ്ഞ് പോയവരാണ്. സ്ത്രീയെ, എനിക്കും നിനക്കും എന്താ ബന്ധം എന്ന് യേശുദേവൻ മറിയത്തോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഏതൊരു മനുഷ്യനും കർമ്മബന്ധങ്ങളുടെ വേരുകൾ തേടി ഒരിക്കൽ വരേണ്ടി വരും. പ്രതാപന്റെ നാഡീവ്യവസ്ഥകളെല്ലാം ഒരുമാതിരി തകർന്ന മട്ടാണ്. നാഡീവ്യവസ്ഥയെ ഉണർത്തണം. അതിന് പൂജയും ചികിത്സയും ഒരുമിച്ചാണ് വേണ്ടത്. ഞാൻ ഈ കാട്ടിലും മേട്ടിലും ഒക്കെ കറങ്ങി നടക്കുമ്പോൾ പൊരുൾ തേടിയുള്ള ആ യാത്രയിൽ പല ഔഷധ മൂല്യമുള്ള പച്ചമരുന്നുകളും ശേഖരിക്കാറുണ്ട്. അതെല്ലാം എൻ്റെ പക്കലുണ്ട്. ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളിൽ ആരെങ്കിലും തൊട്ടാൽ തൊടുന്നവന്റെ കൈ ഞാൻ വെട്ടും. രാജുവും ഋതുമോളും എനിക്കൊന്ന് സഹായമായി നിന്നാ മതി. ചില ചെറിയ മരുന്നുകൾ കൂടി നമുക്കൊന്ന് ശേഖരിക്കേണ്ടി വരും. ഹിമാലയത്തിൽ നിന്നും മരുത്വമലയിൽ നിന്നുമൊക്കെ ശേഖരിച്ച അപൂർവ ഇനം മൂലികകൾ എന്റെ കയ്യിലുണ്ട്. കരിമ്പാലക്കണ്ണി, ആടത്തോട, അശ്വഗന്ധ, ആരോഗ്യപ്പച്ച, അങ്ങനെ എല്ലാം. നാഡീക്ഷീണമാണ് പ്രതാപന്. പ്രാണനുള്ളത് തന്നെ ഭാഗ്യം. അഷ്ടാംഗഹൃദയം, ആയുർവേദം, അമരകോശം, സിദ്ധരൂപം, അതൊക്കെ എങ്ങനെയോ ഞാൻ മനസ്സിലേറ്റിയതുകൊണ്ട് എല്ലാവരും ധൈര്യമായിരിക്കും. പ്രാർത്ഥനയോടെ എല്ലാവരും എന്നോടൊപ്പം നിന്നാ മതി. ഗുരുക്കന്മാരുടെ അനുഗ്രഹവും ദൈവാധീനവും ഉണ്ടാകും. അടുത്ത സൂര്യോദയത്തിന് മുൻപായി നമ്മൾ പ്രതാപനെ ഉണർത്തിയിരിക്കും.